ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ ഈ ഒരു പേപ്പറിലെ ഡാറ്റാബേസ് ഡിസൈൻ ആൻഡ് RDBMS എന്ന് പറയുന്ന ഈ പേപ്പറിലെ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് വൈഡായിട്ടുള്ള മൊഡ്യൂളാണ്. നമ്മളത് ജസ്റ്റ് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാനായിട്ട് പോണത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂള് കുറച്ചും കൂടെ ഡയഗ്രത്തിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ് രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് രണ്ടാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഡയഗ്രാം എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിൽ ആദ്യമായിട്ട് വരുന്ന ടോപ്പിക്ക് സിലബസിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് അതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഡാറ്റ മോഡൽസുകൾ കുറേ ഡാറ്റ മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ മോഡൽ പറഞ്ഞിട്ടുണ്ട്. മോഡൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻറ്റിറ്റി, റിലേഷൻഷിപ്പ്, ആട്രിബ്യൂട്ട്സ് എന്നൊക്കെ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ടേമുകളൊക്കെ നിങ്ങൾ കഴിഞ്ഞ മൊഡ്യൂളിൽ കേട്ടിട്ടുള്ള ടേമുകൾ തന്നെയാണ്. പക്ഷെ നമ്മളൊന്നും കൂടെ അതിനെ ഇലാബറേറ്റ് ചെയ്തിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഡയഗ്രാം, ആ പേരിലുള്ള ഇയും ആറും എന്താണെന്ന് വെച്ചാൽ എൻറ്റിറ്റി ആൻഡ് റിലേഷൻഷിപ്പ്, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്നാണ് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ദറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡി എന്നും കൂടെ പറയും. ഡയഗ്രത്തിൻ്റെ ഡിയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പറഞ്ഞാലും സെയിം തന്നെയാണ് അർത്ഥം. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഡാറ്റാബേസിൽ എന്താണുള്ളത്, ഡാറ്റാസ് ഇങ്ങനെ ടേബുലർ ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അല്ലേ. ടേബുലർ ഫോർമാറ്റിലാണ്. ആ ടേബുലർ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡാറ്റാബേസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 20ഓളം ടേബിൾസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ 20 ടേബിൾസും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടക്കുന്നതല്ല, എല്ലാം പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. എല്ലാം തമ്മിൽ എന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത്തരത്തിലുള്ള ടേബിൾസിൻ്റെയൊക്കെ റിലേഷൻഷിപ്പൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വെറും 3 കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരക്കാനായിട്ട് പറ്റും, മോഡൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആക്ച്വലി മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ മോഡൽ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡാറ്റാബേസിൻ്റെ ഒരു ലോജിക്കൽ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാം. നമ്മളെ ഡാറ്റാബേസിലുള്ള സംഭവങ്ങളെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു നിങ്ങളെക്കൊണ്ട് പ്രോജക്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഡയഗ്രാം വരച്ചു കൊണ്ടുവരാൻ. കാരണം ആ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്തൊക്കെയാണ് ആ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ആ കാര്യങ്ങൾ മുഴുവൻ റഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡയഗ്രത്തിൽ വെറും 3 നൊട്ടേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ കഴിയുന്നതോടുകൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അസൈൻമെൻറ്റ് വർക്ക് അതാണ്. ഞാൻ തരുന്ന ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഡയഗ്രാം, കംപ്ലീറ്റ് ഡയഗ്രാം നിങ്ങൾ വരക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡയഗ്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് 3 കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് എൻറ്റിറ്റി, ഒന്ന് ആട്രിബ്യൂട്ട്, അതേപോലെ തന്നെ ഒന്ന് റിലേഷൻഷിപ്പ്. ഈ 3 കോൺസെപ്റ്റുകളാണ് ഒരു ഡയഗ്രത്തിൻ്റെ അടിത്തറ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഡയഗ്രത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കൂടാതെ ഒത്തിരി സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞു എൻറ്റിറ്റീസും ആട്രിബ്യൂട്ട്സും റിലേഷൻഷിപ്പും ആണെന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പല നൊട്ടേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എൻറ്റിറ്റീനെ ആണെങ്കിൽ നമ്മൾ റെക്റ്റാങ്കിൾസ് വെച്ചിട്ടാണ് എൻറ്റിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ നമ്മൾ ഓവൽ ഷേപ്പാണ് നമ്മൾ ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഡയമണ്ട് ഷേപ്പാണ് നമ്മൾ റിലേഷൻഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊരു കംപ്ലീറ്റ് ഡയഗ്രാം ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഡയഗ്രം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഇമേജസ് കാണും. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഫ്ലോ ചാർട്ട് തന്നെയല്ലേ നമുക്ക് തോന്നും. നമ്മൾ സാധാരണ സീലൊക്കെ വരച്ചില്ലേ ഫ്ലോ ചാർട്ട്, അത് തന്നെയാണ് ഒരൊറ്റ ഫസ്റ്റ് ലുക്കിൽ നമുക്ക് തോന്നും. പക്ഷേ ഒരിക്കലും ഫ്ലോ ചാർട്ട് പോലെയല്ല. ഇതിലുള്ള ഓരോ ലൈൻസിനും ഓരോ സംഭവങ്ങൾക്കും ഓരോ മീനിങ്ങുകളാണ് ഉള്ളത്. ഓക്കെ, ഇത് കൂടാതെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സിമ്പിൾസ് അല്ലാതെ വേറെയും ഒത്തിരി സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഒരു ലോജിക്കൽ ആ ഒരു ഫുൾ സ്കെൽട്ടൺ നമുക്ക് കിട്ടും നമ്മളൊരു ഡയഗ്രം വരയ്ക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളൊരു ഫേമിൽ പോയിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും അവർ ആദ്യം ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത ശേഷം രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയ ഒരു കംപ്ലീറ്റ് ഡയഗ്രം വരക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ക്ലയൻറ്റിനായി കഴിഞ്ഞാലും ഡെവലപ്പർക്ക് ആയിക്കഴിഞ്ഞാലും DBA കഴിഞ്ഞാലും അത് ഫുൾ ഇങ്ങനെ പറയാനായിട്ട് പറ്റണം. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഡയഗ്രം വരക്കാനായിട്ട് അറിയണം. ഓക്കെ,
അപ്പോൾ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞതാണ്. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസിൽ നമ്മൾ മോഡൽ പറഞ്ഞു. മോഡൽ എന്ന് പറയുമ്പോൾ അതിന് ഹൈ ലെവൽ എന്താ പറയുക ഓർ കൺസെപ്ഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു 2 ടൈപ്പ് മോഡൽ ഉണ്ടെന്നില്ല, ഒന്ന് ലോ ലെവലും ഒന്ന് ഹൈ ലെവലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിൽ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹൈ ലെവൽ ഡാറ്റ മോഡലാണ് ഓർ കൺസെപ്ഷൻ എന്ന് പറയും. പറയാനായിട്ടുള്ള കാരണം ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ 3 കോൺസെപ്റ്റുകൾക്കാണ്, എൻറ്റിറ്റി, റിലേഷൻഷിപ്പ്, ആട്രിബ്യൂട്ട്സ്. അതുകൊണ്ടാണ് ഇതിനെ കൺസെപ്ഷണൽ മോഡൽ എന്ന് പറയാൻ കാരണം ഓർ ഹൈ ലെവൽ മോഡൽ എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ മോഡൽ എന്ന് പറയുമ്പോൾ മോഡൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ റിലേഷൻഷിപ്പുകളൊക്കെ അറിയണം. ഒരു ടേബിൾ മറ്റൊരു ടേബിളുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നത് റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളൊരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനും ടൈം ലാഗും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിയാനായിട്ട് പറ്റും. ഈ മോഡലിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറയുകയാണെങ്കിൽ 1971 പീറ്റർ ചെൻ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഒരു എന്താ പറയുക ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആക്ച്വലി ഇതൊരു വിഷ്വൽ ടൂളാണ്. നമ്മൾ ഡാറ്റാബേസിനെ നമ്മൾ കാണുന്ന ഒരു ടൂൾ പോലായിരുന്നു നമ്മൾ ഈ ഒരു ഡയഗ്രത്തിനെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എവിടെയാണ് ഡയഗ്രം മെയിനായിട്ട് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. അതായത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞു എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ടേബിൾസ് തമ്മിൽ, ഡാറ്റാബേസിൻ്റെ ഉള്ളിലുള്ള ടേബിൾസ് തമ്മിൽ എങ്ങനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു ആ കണക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ ടേബിളിൽ എത്ര എൻറ്റിറ്റീസ് ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡയഗ്രം ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഡയഗ്രത്തിന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ടേബിൾസ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഡയഗ്രം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസിൻ്റെ ടേബിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഡയഗ്രം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് എന്താ പറയുക എൻറ്റിറ്റി, റിലേഷൻഷിപ്പ്, ആട്രിബ്യൂട്ട്സ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ ടേബിൾസും മറ്റൊരു ടേബിളുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക വളരെ ഈസി ആയിട്ട് ഇതിനെ ഈ ഒരു ഡയഗ്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ടേബിളിലോട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗ്രം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഡാറ്റാബേസ് ക്രിയേഷൻ്റെ സമയത്ത് ടേബിൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഡയഗ്രം വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഡയഗ്രം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ടേബിൾ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ടേബിൾസ് വേഗം ഏതൊക്കെയാണ് ടേബിളിൻ്റെ കോളം നെയിംസ്, ആ കോളം നെയിംസ് ആണല്ലോ ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ വെച്ചിട്ട് വേഗം നിങ്ങൾക്ക് ടേബിൾസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ദെൻ അതേപോലെ തന്നെ എന്താ പറയുക ഇത് എന്ന് പറഞ്ഞാൽ ഡയഗ്രത്തിൽ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറയുന്നത് വീണ്ടും. അതായത് ലോജിക്കൽ റിലേഷൻഷിപ്സ് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു ടേബിൾ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്ത് തന്നു. നിങ്ങൾ അതിൻ്റെ ഒരു ടോപ്പിക്കിൽ ചെയ്യാൻ പോണ കാര്യങ്ങൾ ഒരു അബ്സ്ട്രാക്റ്റ് പോലെ നമുക്ക് എഴുതി തന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഡയഗ്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ എൻറ്റിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്തു. എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻറ്റിറ്റി എന്താണെന്ന് അറിയുന്നുണ്ടോ? എൻറ്റിറ്റി ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ ഒന്നും കൂടെ പറയാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമ്മൾ എൻറ്റിറ്റി പഠിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് എൻറ്റിറ്റി എന്താണെന്നുള്ള കാര്യം. അപ്പോൾ എന്താണ് ഞാനപ്പോൾ ലൈബ്രറി മാനേജ്മെൻറ്റ് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങളെ കൂടി ഉണ്ടാക്കിപ്പിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് അതിലുള്ളത്. അതായത് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ വേൾഡിൽ എക്സിസ്റ്റൻസ് ഉള്ള സംഭവങ്ങളെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുക. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനൊരു എൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ കാർ ഒരു എൻറ്റിറ്റിയാണ്, ബുക്ക് ഒരു എൻറ്റിറ്റിയാണ്. കാരണം ആ എൻറ്റിറ്റീസിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറേ ബിഹേവിയേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? എനിക്ക് പേരുണ്ട്, അഡ്രസ്സ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരുപാട് ബിഹേവിയേഴ്സ് വരുന്ന ഒരു പ്രോപ്പർട്ടിനെ, ഒരു വസ്തുവിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുക. ഇപ്പോൾ സ്റ്റുഡൻ്റ് ഒരു എൻറ്റിറ്റിയാണ്. സ്റ്റുഡൻറ്റിന് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ട്, ക്ലാസ് ഉണ്ട്, കോഴ്സ് ഉണ്ട് അല്ലേ, അഡ്രസ്സ് ഉണ്ട്, കോൺടാക്ട് നമ്പർ ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ഒരു എൻറ്റിറ്റിയാണ്. അതേപോലെ കാർ ഒരു എൻറ്റിറ്റിയാണ്. കാറിന് മാനുഫാക്ചറിങ് എന്താ പറയുക പ്രൈസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്പർ ഉണ്ട്, കളർ ഉണ്ട് അല്ലേ, മോഡൽ ഉണ്ട്. അപ്പോൾ അതൊരു എൻറ്റിറ്റിയാണ്. ബുക്ക് ഒരു എൻറ്റിറ്റിയാണ്. ബുക്കിന് ഓതർ ഉണ്ട്, ഇയർ ഓഫ് എന്താ പറയുക എഡിഷൻ ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി ഏത് സബ്ജക്റ്റിൻ്റെതാണ് ആ സബ്ജക്റ്റ് നെയിം ഉണ്ട്. അപ്പോൾ അതങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫിസിക്കൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻറ്റിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ലൈബ്രറി മാനേജ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൽ എൻറ്റിറ്റി ആരൊക്കെ ആയിരിക്കും? അവിടെ പോകുന്ന ആളുകൾ ആരൊക്കെയാണ്? സ്റ്റുഡൻറ്റ് പോവും, ടീച്ചർ പോവും, ലൈബ്രറിയൻ അല്ലേ. പിന്നെ അതുകൂടാതെ ബുക്ക്, നമ്മൾ എടുക്കാൻ അവിടെ പോകുന്നത് ബുക്കല്ലേ, ബുക്ക് ഒരു എൻറ്റിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇത്രയും എൻറ്റിറ്റീസ് എന്ത് തന്നെയായാലും വരും. പിന്നെ മോർ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക വഴി ഇപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ അയക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് ഒരു എൻറ്റിറ്റിയാണ്.
ഫീഡ്ബാക്കിന് എന്തുണ്ടായിരിക്കും, നമ്മൾ അയക്കുന്ന ടൈം ഉണ്ടായിരിക്കും, ഡേറ്റ് ഉണ്ടായിരിക്കും, കണ്ടന്റ് ഉണ്ടായിരിക്കും. സോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. അങ്ങനെ നമുക്ക് ബിഹേവിയേഴ്സ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാം എൻറ്റിറ്റീസ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത് പറയാം, ആട്രിബ്യൂട്ട്സ് പറയാം. ഞാനിപ്പോൾ ആട്രിബ്യൂട്ട്സും പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ഈ എൻറ്റിറ്റീസിനൊക്കെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഇയർ ഡയഗ്രത്തിൽ? നമ്മളിപ്പോൾ ലൈബ്രറി എടുക്കുമ്പോൾ സ്റ്റുഡൻറ്റ്, ടീച്ചർ, ലൈബ്രറിയൻ, ബുക്ക്, ഫീഡ്ബാക്ക്, ഇതൊക്കെ എന്ത് ചെയ്തു നമ്മൾ എൻറ്റിറ്റീസ് ആയിട്ട്, അതായത് റെക്റ്റാങ്കിൾ വെച്ച് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. രണ്ടാമത്തേതെന്ന് പറയുന്നത് അതിൽ വരുന്നത് ആട്രിബ്യൂട്ട്സ് ആണ്. നമ്മൾ എന്താണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയണം. ഇപ്പോൾ റെക്റ്റാങ്കിൾ ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ എൻറ്റിറ്റീസ് ഒക്കെ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊക്കെ ആട്രിബ്യൂട്ട്സ് കൊടുക്കണം. ബുക്കാണ് നമ്മൾ എൻറ്റിറ്റി എടുക്കുന്നത്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതായത് ലൈക്ക് ബുക്കിന് നെയിം കൊടുക്കാം, ഓതറിൻ്റെ നെയിം കൊടുക്കാം, എഡിഷൻ ഇയർ കൊടുക്കാം, എന്താണ് കണ്ടന്റ്, എന്ത് റിലേറ്റഡ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബുക്കാണോ, ബികോമിൻ്റെ ബുക്ക്, കൊമേഴ്സ് ബുക്കാണോ, ആ കണ്ടന്റ് കൊടുക്കാം. ഇപ്പോൾ അതേപോലെ തന്നെ ടീച്ചറിൻ്റെ പേര്, ടീച്ചറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ടീച്ചറിൻ്റെ അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ, ഇതൊക്കെ ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാം. അതേപോലെ ലൈബ്രറിയനിക്ക് നെയിം, യൂസർ ഐ ഡി, പാസ്വേഡ്, ഇത് യൂസർ ഐ ഡി പാസ്വേഡ് കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, സെപ്പറേറ്റ് ആയിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ ബിഹേവിയേഴ്സ് ആക്കി നമ്മൾ കൊടുക്കുക. ഇതാണ് നമ്മൾ ഇയർ ഡയഗ്രത്തിൽ രണ്ടാമത് വരയ്ക്കുന്ന നൊട്ടേഷൻ, ദാറ്റ് ഈസ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ. ഇനി മൂന്നാമത് ഉള്ളത് റിലേഷൻഷിപ്പാണ്. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റിയുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, എങ്ങനെ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നു, ആ അസോസിയേഷനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചറും അതേപോലെ തന്നെ ലൈബ്രറിയൻ ആവുമെന്ന് വിചാരിക്കുക. ടീച്ചറും ലൈബ്രറിയനും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ഒരു ലൈബ്രറി മാനേജ്മെൻറ്റിൽ എന്ന് വെച്ചാൽ, ലൈബ്രറിയൻ ആഡ് ടീച്ചേഴ്സ്, ലൈബ്രറിയൻ ആഡ് ടീച്ചേഴ്സ്. അവിടെ ആഡ് എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ലൈബ്രറിയൻ ആരെ ആഡ് ചെയ്തു? ടീച്ചേഴ്സിനെ ആഡ് ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ലൈബ്രറിയൻ ടീച്ചറിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ആ ആഡ് എന്നുള്ളത് നമ്മൾ ഡയമണ്ട് സിമ്പലിൻ്റെ ഉള്ളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക, വിച്ച് മീൻസ് അതൊരു റിലേഷൻഷിപ്പാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്തത്, അതെ, ലൈബ്രറിയൻ ആഡ് സ്റ്റുഡൻസും ലൈബ്രറിയനും തമ്മിൽ ബന്ധം ആഡാണ്. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ടുക്ക് ബുക്ക് എടുക്കാനല്ലേ ലൈബ്രറി പോണത്, ബുക്ക്. ദെൻ അങ്ങനെയുള്ള അതിങ്ങനെ ഒരു എൻറ്റിറ്റിയും മറ്റൊരു എൻറ്റിറ്റിയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം നിങ്ങൾക്ക് എങ്ങനെയും നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ ആ വരച്ചതൊക്കെ നമ്മുടെ പ്രോജക്റ്റിൽ കാണണം. ഓക്കെ. അപ്പോൾ അതിൻ്റെ മുമ്പ്, നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് റഫായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവർ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇയർ ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് അതിൽ വരുന്ന നൊട്ടേഷൻസ് ഇത് മൂന്നുമാണ്. ഇതല്ലാതെയും ഉള്ള നൊട്ടേഷൻസ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മെയിനായിട്ട് വരുന്നത് എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പാണ്. ഓക്കെ. അതേപോലെ തന്നെ ഫാക്ട് അബൌട്ട് ഇ ആർ മോഡൽ എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെ ഡാറ്റാബേസ് ഡിസൈനിങ്ങിൽ ഒരുപാട് ടൂളുകൾ ലൈക്ക് DFT, യൂസ് കേസ് ഡയഗ്രാം, ഒത്തിരി ഡയഗ്രാംസ് വേറെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടെ ഇപ്പോഴും ഡെവലപ്പേഴ്സ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് ER ഡയഗ്രാം തന്നെയാണ്. കാരണം നമുക്ക് എന്താണ്, ഒരു ലോജിക്കൽ സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ എൻറ്റിറ്റീസിനൊക്കെ നമ്മളെ കറക്റ്റ് റിയൽ വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ER ഡയഗ്രത്തിൽ വരക്കാനായിട്ട് പറ്റുന്നു. പറ്റാത്തതായിട്ടൊന്നുമില്ല. അതായത് ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുകയാണെങ്കിൽ ഇന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് എങ്ങനെ റിയൽ വേൾഡിൽ എന്താ പറയുക, റിയൽ വേൾഡിൽ എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ അടുത്ത് എനിക്കൊരു പ്രോജക്റ്റ് കിട്ടിയതാണ്, ഞാനൊരു പ്രോജക്റ്റ് ചെയ്ത് കൊടുത്തതാണ് ഒരു ഷോപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഈ ഹോം ഡെലിവറി കാര്യങ്ങളാണ്, ഈ എന്താ പറയുക ബ്രോസ്റ്റഡ് ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അത് ഡെലിവറി ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു ക്ലയൻറ്റ് എന്നെ വന്നിട്ട് സമീപിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ എഴുതി വെച്ചു. ലൈക്ക് ഇങ്ങനെയൊക്കെയാണ് ഇവർക്ക് വേണ്ടത്. അതേപോലെ തന്നെ ഒരാൾ ഡെലിവർ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു സ്റ്റാറ്റസ് കാണിച്ചു കൊടുക്കണം. കാരണം അവർ കുറച്ച് ബിസിയാണ്, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആവും എന്നുള്ള കാര്യമൊക്കെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ റിക്വയർമെൻറ്റ്സ് ഒക്കെ എഴുതി ശേഷം ഞാൻ എന്ത് ചെയ്തു, ER ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. അത് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ER ഡയഗ്രാം എനിക്ക് വരച്ച് കഴിയുമ്പോൾ എനിക്കതിനെ വളരെ ഈസി ആയിട്ട് കോഡിലോട്ട് മാറ്റാനും ഡാറ്റാബേസിൻ്റെ ടേബിൾ ഉണ്ടാക്കാനൊക്കെ പിന്നെ എനിക്ക് ആ സമയത്ത് ആലോചിക്കേണ്ട. കാരണം ഓൾറെഡി ഞാൻ അതിൻ്റെ ആലോചനകളും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും അതിൻ്റെ ഫുൾ ബന്ധങ്ങൾ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം അതാണ് ER ഡയഗ്രാം കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് വളരെ പെട്ടെന്ന് ഡാറ്റാബേസ് ഡിസൈനിങ്ങും ടേബിൾ ഡിസൈനിങ്ങും ഒക്കെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ തൊട്ട് മുമ്പ് ER ഡയഗ്രാം വരച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ഇനി എന്തൊക്കെ സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നതെന്നാണ്. റെക്റ്റാങ്കിൾസ് നമ്മൾ പറഞ്ഞു എൻറ്റിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. എലിപ്സ് ഓർ ഓവൽ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു ഉപയോഗിക്കാൻ, ആട്രിബ്യൂട്ട്സിനെ യൂസ് ചെയ്യാൻ. ഡയമണ്ട് സിമ്പിൾ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ. പിന്നെ ലൈൻസ്, ഇത് തമ്മിലിങ്ങനെ കണക്ഷൻ കാണിക്കണമല്ലോ. ഇങ്ങനെ ഇപ്പോൾ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനോട്ട് വരക്കില്ല, നമ്മൾ ഫ്ലോ ലൈൻസ് എന്ന് പറയും, അതാണ് ലൈൻസ്, സാധാരണ ഒരു ലൈനാണ്. ദെൻ പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി എടുത്തു. സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ ആയിരിക്കും വരാൻ, നെയിം വരും, അഡ്രസ്സ് വരും, കോൺടാക്ട് നമ്പർ വരും, ജെൻഡർ വരും, അല്ലേ, അതുപോലെ രജിസ്റ്റർ നമ്പർ വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിൽ കയറണമെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതർ ഡീറ്റെയിൽസ് ആ ഒരു സൈറ്റിൽ കയറണമെങ്കിൽ യൂസർ ID പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും വരും, യൂസർ ID പാസ്വേഡ് അതൊക്കെ വരും. അപ്പോൾ ഇതിൽ ഏത് ആട്രിബ്യൂട്ടാണ് ആ ഒരു സ്റ്റുഡൻറ്റിനെ മാത്രമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് ആട്രിബ്യൂട്ടാണ്, ആ ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുക. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് യുണീക്കായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള എന്താ പറയുക അഭിജിത്താന്ന് വിചാരിക്കുക, അഭിജിത്തിനൊക്കെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അഭിജിത്തിൻ്റെ പേര് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ആ കോളേജിൽ വേറെയും അഭിജിത്ത് വേറെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ പേരൊരിക്കലും നമുക്ക് യുണീക്ക് ഐഡൻറ്റിഫയർ അല്ല. അതല്ല അവൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ സെയിം അഡ്രസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം അല്ലേ, അഡ്രസ്സിൽ ചിലപ്പോൾ സെയിം വീട്ടു നമ്പറോ സ്ഥലമോ പോസ്റ്റൊക്കെ വരുന്ന വേറെ ആളുകൾ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ജെൻഡർ വെച്ചിട്ട് എനിക്ക് ഒരിക്കലും അവൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ക്ലാസ് വെച്ചിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ രജിസ്റ്റർ നമ്പർ എനിക്ക് ഉപയോഗിക്കാം അല്ലേ. അവൻ്റെ രജിസ്റ്റർ നമ്പർ അവന് മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഭിജിത്ത് എന്ന് പറയുന്ന കുട്ടിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ രജിസ്റ്റർ നമ്പർ. അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിക്കും, അതും ആ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ആ കുട്ടീനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ആട്രിബ്യൂട്ട് നമ്മൾ ഓവൽ ഷേപ്പ് ആണല്ലേ. ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ ഒരു ലൈനും കൂടെ വരികയാണെങ്കിൽ അത് കീ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാ എൻറ്റിറ്റി ER ഡയഗ്രത്തിലും ഓരോ എൻറ്റിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കീ ആട്രിബ്യൂട്ട് എന്ത് തന്നെയാലും വേണം. ഓക്കെ, അടുത്തത് ഡബിൾ എക്ലിപ്സ് ആണ്. അതായത് വിച്ച് മീൻസ് എക്ലിപ്സ് അല്ല, ഡബിൾ എലിപ്സ് ആണ്. വിച്ച് മീൻസ് ഒരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ തന്നെ വേണ്ട ഒരു ഓവൽ ഷേപ്പ്, വിച്ച് മീൻസ് അതിൽ മൾട്ടി വാല്യൂസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാറിൻ്റെ കളറ് ചിലപ്പോൾ ബ്ലൂ ആവാം, റെഡ് ആവാം, ഗ്രീൻ ആവാം. ഓക്കെ, അപ്പോൾ അത് മൾട്ടി വാല്യൂസ് ആണ്, മൾട്ടിപ്പിൾ വാല്യൂസ് അതിന് വരാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡബിൾ എലിപ്സ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഡബിൾ എലിപ്സും ഒക്കെ നമ്മൾ ആവശ്യമെങ്കിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ പ്രൈമറിക്ക് ലൈൻസ്, ഡയമണ്ട്, എലിപ്സ് ആൻഡ് റെക്റ്റാങ്കിൾ ഈ സിമ്പിൾസ് എന്ത് തന്നെയായാലും ER ഡയഗ്രത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതാണ്. ഇതിൽ കുറച്ച് നൊട്ടേഷൻസ് എക്സ്ട്രാ ഉണ്ട്. ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു നോക്കിക്കോളൂ കേട്ടോ. എൻറ്റിറ്റി, ഈ എൻറ്റിറ്റീനെ നമുക്ക് എൻറ്റിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ സ്ട്രോങ് എൻറ്റിറ്റി എന്നും പറയാം. ഓക്കെ, വീക്ക് എൻറ്റിറ്റി ഞാൻ പറയാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ എൻറ്റിറ്റി നമ്മൾ പറയില്ലേ, ഫിസിക്കൽ വേൾഡിൽ എക്സിസ്റ്റൻസ് ഉള്ള, അതായത് കറക്റ്റ് ഉള്ള ഒരു വസ്തു, അതിനെ നമ്മൾ എൻറ്റിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയും. ആട്രിബ്യൂട്ട് കണ്ടോ, ഓവൽ ഷേപ്പ്. റിലേഷൻഷിപ്പ് കണ്ടോ, ഡയമണ്ട് ഷേപ്പ്. ഞാൻ പഠിപ്പിക്കാതെ നോക്കണ്ട, ബാക്കിയുള്ള നോക്കൂ. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് കണ്ടോ, ഒരു എലിപ്സിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു എലിപ്സ്. കീ ആട്രിബ്യൂട്ടിൽ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ മറന്നു പോയതാണ്. ആട്രിബ്യൂട്ടിൻ്റെ ഉള്ളിൽ ഒരു ലൈൻ വരില്ലേ, അതാണ് കീ ആട്രിബ്യൂട്ട്. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിലത്തെ വീഡിയോയിൽ ഞാൻ കീ ആട്രിബ്യൂട്ടിൻ്റെ നൊട്ടേഷൻ കറക്റ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ വീക്ക് റിലേഷൻഷിപ്പ് എന്താണ്, വീക്ക് എൻറ്റിറ്റി എന്താണെന്നുള്ള കാര്യം നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നൊട്ടേഷൻ ഇവിടെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, റിലേഷൻഷിപ്പ്, കീ ആട്രിബ്യൂട്ട്. ഓക്കെ, ദെൻ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു ആട്രിബ്യൂട്ടിന് വരുന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഇതാണ് ER മോഡലിലുള്ള സംഭവം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വരക്കുന്ന ഒരു കാര്യമാണ് ER ഡയഗ്രാം. ER ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാനായിട്ട് പറ്റും, എന്ത് കൺസ്ട്രക്ഷൻ ഈസി ആവും, ഡാറ്റാബേസ് ഡിസൈനിങ് വളരെയധികം ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ER ഡയഗ്രാം നമ്മൾ വരക്കുന്നത്. അപ്പോൾ ER ഡയഗ്രത്തിൽ എൻറ്റിറ്റീസും ആട്രിബ്യൂട്ട്സും റിലേഷൻഷിപ്പും ആണ് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു എൻറ്റിറ്റിക്ക് മസ്റ്റായിട്ട് ഒരു കീ ആട്രിബ്യൂട്ട് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം. കീ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു എൻറ്റിറ്റീനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ER മോഡലിംഗ് അല്ലെങ്കിൽ ER ഡയഗ്രാം ഓർ ERD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ വേറൊരു വീഡിയോ കൂടെ ഇടുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ഫൈനൽ ഇയേഴ്സിന് കഴിഞ്ഞ പ്രാവശ്യം ഇർഷാദ് സാറാണ് ഈ പേപ്പർ എടുത്തിരുന്നത്. അപ്പോൾ അവർക്ക് ER ഡയഗ്രാം വരക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ എങ്ങനെ ER ഡയഗ്രാം വരക്കണം എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൻ്റെ താഴെ ഇടാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുവെച്ചോളൂ. കണ്ടുവെക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക്. അതിലൊരു ER ഡയഗ്രാം ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൻ്റെ താഴെ ഇടുന്നുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഐഡിയ മനസ്സിലാവും. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അങ്ങനെ മുഴുവൻ കഴിഞ്ഞാലേ നമുക്ക് കംപ്ലീറ്റ് ഒരു ER ഡയഗ്രാം വരക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഈ എൻറ്റിറ്റി, റിലേഷൻഷിപ്പ്, ആട്രിബ്യൂട്ട്സ് ആയ കീ ആട്രിബ്യൂട്ട്സ് ആണ്. ആ കാര്യം നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ട് നമ്മൾ ER ഡയഗ്രാം വരക്കുന്നു, എന്തുകൊണ്ട് നമ്മളിത് ചൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആരാണിത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്, എന്നാണ് ഉപയോഗിച്ചത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.